നമ്മളിവിടെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് അതിലേക്ക് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു, ഉലുവ ഇട്ടു. ഇതെല്ലാം പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് പച്ചമുളകും തക്കാളിക്കായും കൂടെ, ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ മൂത്ത് കഴിഞ്ഞപ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിലേക്ക് തക്കാളിക്കായും പച്ചമുളകും ഇട്ട് വരട്ടി കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വേണ്ട പൊടികളെല്ലാം എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി എടുത്തു, മുളക് പൊടി ആവശ്യത്തിനാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എരിവല്ലേ, അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ലേശം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അത് കായൽ മീനായതുകൊണ്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ വഴറ്റി അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മൂത്തതിന് ശേഷം അത് ആ പച്ചമണമെല്ലാം മാറി നല്ലതുപോലെ ഇതായി വരുമല്ലോ. അന്നേരത്തേക്ക് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ കട്ടകളെല്ലാം കൂടെ പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പുളിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആവശ്യമുള്ള 3 കഷ്ണം പുളിയെ ഇട്ട് കൊടുക്കുന്നുള്ളേ. അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുത്തു. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനുണ്ടല്ലോ, കായലാവോലി എന്നാണ് പറഞ്ഞത്, അതെടുത്ത് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഭയങ്കര സൗണ്ടാണ്, പിള്ളേർ ടി വി വെച്ചേക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടുണ്ട്, എല്ലാം ക്ഷമിക്കുക. നമ്മുടെ മീൻകറി തിളച്ച് റെഡിയായി വന്നിട്ട് നമുക്ക് നല്ലതുപോലെ ആവശ്യത്തിനുള്ള ചാറ് വെച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.